ഹലോ സാർ, ഇത് ഞാനാ മാത്യു. പറയൂ മാത്യു. സാർ, നമ്മൾ ഹാരി ആൻഡ് ടീം അവരെ കണ്ടുപിടിച്ചു. ഇൻഫർമേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇമെയിൽ ചെയ്യാം സാർ. ഇപ്പൊ അവരെവിടെ ഉള്ളത്? അത് കേരളത്തിലാണ് സാർ. കേരളത്തിൽ എവിടെ? തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂരോ? ഐ വിൽ കോൾ യു ലേറ്റർ. ബൈ. ബൈ സാർ. എസ് കെ, മാത്യു വിളിച്ചിരുന്നു. എന്താ? ഹാരിയും അവരുടെ ടീമിനെയും കണ്ടുപിടിച്ചു വന്നു. എവിടെയുണ്ട്? കേരളത്തിൽ, തൃശ്ശൂർ. നീ എന്താ പറയുന്നത്? നീ ഇറങ്ങണോ അതോ ഞാൻ ഇറങ്ങണോ? ഇറങ്ങി കളിക്കുമ്പോൾ ഞാൻ തന്നെ ഇറങ്ങണം. നീ ഇറങ്ങിയിട്ട് കാര്യമില്ല. ആസ് യു വിഷ്. മാത്രമല്ല, കുറേ ഞാൻ അവിടേക്ക് പോയിട്ട് പോകണം, എല്ലാവരും ഒന്ന് കാണണം. എന്നാൽ പിന്നെ ഞാനും വരാം. എനിക്കെല്ലാവരും കാണണം. നീ ഒറ്റയ്ക്ക് പോകണ്ട. ആസ് യു വിഷ് ടു. പിന്നെ ഞാൻ അവിടെ ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും. നീ ഇവിടെ കാണുന്ന ഞാനായിരിക്കില്ല അവിടെ. അതുകൊണ്ട് സർപ്രൈസ് അടിച്ച് പണ്ടറങ്ങി നിൽക്കൊന്നും വേണ്ട കേട്ടോ. ഓ തമ്പ്ര, അങ്ങ് പറയുന്ന പോലെ. വാട്ട് ഓവർ. ടേക്ക് ദ കാർ. ഓക്കെ ബോസ്. സ്റ്റോപ്പ് ഹിയർ. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവരേണ്ട കാർ. ഓക്കെ? ഓക്കെ ബോസ്. എടാ, എന്നാടാ നീ ചോദിച്ച വയലിൻ? എന്തിനാടിത്? കാണാനല്ലേ പോകുന്നേ. ഫോളോ മീ. ഓ ഓക്കെ. എല്ലാവരും വാ, സണ്ണിച്ചായ വന്നു. മാതാവേ, പിള്ളേരല്ലേ ഇത് എങ്ങോട്ടാ ത്രേസി ഓടിയത്? മദറെ, സണ്ണിക്കൊച്ചു വന്നു. കർത്താവ്യ വന്നു. നീ എന്നൊന്ന് പുറത്തു കൊണ്ടുപോ. എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. ആ മദറെ. എന്താണെന്നമ്മോ ഇത്രയും ധൃതി? ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ഡാ കള്ള. അയ്യോ, എൻ്റെ ചെവി. പതിയെ പിടി അന്നമ്മേ. എവിടെയായിരുന്നടാ നീ? നാട് തണ്ടി കഴിഞ്ഞോ? പിന്നെ അല്ലാതെ. അത് കഴിയുമ്പോൾ മാത്രം ഇവിടെ വന്നാൽ മതി കേട്ടോ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ജോലി നോക്കുവാൻ. ഇടയ്ക്ക് പിള്ളേർ നിന്നെ കാണാണ്ട് കരയും. എൻ്റെ അന്നമ്മോ, ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാണ്ടാണോ? പക്ഷേ ഞാൻ ആഗ്രഹിച്ച ജോലി ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ അവിടെ നിന്ന് പണി ചെയ്ത് കുറച്ച് പണം സമ്പാദിച്ചിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാമെന്ന് വിചാരിക്കുന്നേ. ഉള്ളതാണോടാ? പിന്നല്ലാതെ. എങ്കിൽ നല്ലത്. അല്ല അന്നമ്മോ, ഇവ കൊച്ചെന്തേ? വേറെ എവിടെ കാണാൻ? മുറിയിൽ കാണും. നീ ഇവിടെ നിന്ന് ഇറങ്ങിയ ആ റൂമിൽ കയറി ഇരിക്കുന്നതാ. പിന്നെ ആ മുറിക്ക് വെളിയിൽ അവളെ കാണില്ല. എത്ര തവണ പറഞ്ഞു ഞങ്ങള്. ഇതിപ്പോ 18 പോകുക. ഇവിടുന്ന് പോകേണ്ട സമയമായി. ഇങ്ങനെ ഇരുന്ന അവള് നന്നാവോ? എനിക്കൊരു ഉറപ്പുമില്ല. അതൊക്കെ ആയിക്കോളുന്നേ. അന്നം അതൊന്നും ആലോചിച്ച് തല പോയിക്കേണ്ട. ആ കാന്തേരെ ഞാനൊന്ന് പോയി കാണട്ടെ. പിന്നെ അന്നമ്മോ, ഇത് ജോർജ്. ഞാൻ പറയാറില്ലേ, എൻ്റെ ഒറ്റ സുഹൃത്ത്. ഞാനിവൻ പറഞ്ഞ് കുറേ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മോന് ധൃതിയാണെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവരാറില്ല. ഇപ്പൊ എന്തു തോന്നി ഇങ്ങോട്ട് വരാൻ? ഇപ്പോ തിരക്കുകളൊന്നും ഇല്ല മത്രേ, അതാ. എങ്കിൽ കയറിയിരിക്കെ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയാം ഞാൻ. നിങ്ങളെന്നാ സംസാരിച്ചിരിക്കെ, ഞാൻ അവളെ പോയി കണ്ടിട്ട് വരാം. ആടാ ചെല്ല്. ഹലോ മാഡം. എന്തു പറ്റി? നീ കരയായിരുന്നോ? ഇല്ല സണ്ണിച്ചായ. സത്യം പറയടി, നീ ഇപ്പൊ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല സണ്ണിച്ചായ, ചുമ്മാ കണ്ണ് നിറഞ്ഞതാ. ഞാൻ നിന്നെ ഇന്നൊന്നല്ലോ കാണാൻ തുടങ്ങിയതല്ല.
നീ ജനിച്ചു വീണത് ദേ ഈ കയ്യിലോട്ടാ. ആ നിന്നെ ഞാൻ അറിയാണ്ട് പോകുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യം പറ, എന്താണ് സംഭവം? എടാ അതില്ലേ, എടാ ഈ കുട്ടി എന്തിനാ കരയുന്നേ? നൺ ഓഫ് യുവർ ബിസിനസ് ജി, ഗെറ്റ് ഔട്ട്. ഓ ഓക്കെ. നിന്നോട് ഞാൻ പറയാൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ക്ലാസ് വിട്ട് വന്നപ്പോൾ കുറച്ച് പയ്യന്മാർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഞാൻ ഓർഫനായതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞു. എൻ്റെ ശരീരത്തിൽ പല ഭാഗത്ത് തൊട്ടു. അവരെ കണ്ടാ നിനക്ക് തിരിച്ചറിയോ? എന്നാവാ സണ്ണി ചായ വരാനല്ലേ പറഞ്ഞത്? മദറെ, ഞാൻ ഇവളെ കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് വരാം. നല്ല തീരുമാനം. എന്തായാലും ഇവിടെ ഇരുന്ന് മുഷിഞ്ഞാലേ, നീ ഒന്ന് കൊണ്ടുപോയിട്ട് വാ. ഡാ വാ ആടാ. അല്ല ഞാൻ എന്ത് ഇങ്ങനെ? അവനല്ലേ ഇപ്പം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ച്, എന്നിട്ട് ഉളിപ്പില്ലാണ്ട് പിന്നാലെ പോണു നോക്കൂ ഒരു നായയെ പോലെ. പാവൻ, ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായി പോയില്ല അവൻ്റെ. പറ ആരാ? ദാ അവരാ. ഇതിലാരാ? ഇവര് 4 പേരും. ദേടാ നോക്കടാ, അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ട് വന്നിരിക്കുന്നു തല്ലാനായിട്ട്. അയ്യോ അയ്യോ, തല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ. എന്തിനാ മോളെ ഈ പീറ ചെക്കനെയും കൊണ്ട് ഞങ്ങളെ മുമ്പിൽ കൊണ്ടിട്ടത്? ഇനി ഇവൻ കൈയും കാലും ഒടിഞ്ഞ് വീട്ടിൽ പോണ്ടി വരില്ലേ? അതെ, അതില്ലാണ്ടിരിക്കണമെങ്കിൽ മോള് ചെക്കനെയും കൊണ്ട് ഇവിടെ നിന്ന് പൊക്കോളൂ. ആഹാ, തൃശ്ശൂർ വന്നിട്ട് പൂരം കണ്ടില്ലെന്ന് വേണ്ട, ലൈവ് ടെലികാസ്റ്റ് അല്ലേ കാണാൻ പോകുന്നേ. അടി ഇടി പൂരം പോക. ഹൈ, ചേട്ടാ തല്ലല്ല ചേട്ടാ. ഇപ്പോ ഞാൻ വിട്ടു. ഇനിയൊക്കെ നിന്റെ കൈ പൊങ്ങൂല ഒരു പെണ്ണിനെയും തൊടാൻ. പിന്നെ തിരിച്ച് കറക്ഷൻ, ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് അല്ല, ചേട്ടനാ, അവളുടെ വലിയേട്ടൻ. വാ പോവാം. ഏട്ടാ, എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവളുടെ മുമ്പിൽ വെച്ചല്ലേ നീ ഇടിയൊക്കെ കാണിച്ചത്? അവൾക്ക് പിന്നെ ഡൗട്ട് വരൂലേ? എൻ്റെ എല്ലാ സീക്രട്സ് അറിയാവുന്ന ഒരാളെ അവിടെ ഉള്ളൂ, അതവളാ. ഓ ഐ സി. പോകുമ്പോൾ അവളുണ്ടാവും നമ്മുടെ കൂടെ. വാട്ട്? യെസ്, അവൾക്ക് 18 കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റൂല. സോ നമ്മുടെ കൂടെ കൊണ്ടുപോയേ പറ്റൂ. പിന്നെ ഞാൻ ആരാണെന്നും എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ആൻഡ് ഷീ ഓൾസോ ഡോണ്ട് ഹാവ് ഇറ്റ്. നിങ്ങൾക്ക് രണ്ടിടത്തിനും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കാ? ഐ ഡോണ്ട് നോ. എന്നാ വാ പോവാം. What the hell? അമേരിക്ക പോലുമില്ല ഇത്രയും ട്രാഫിക്. കാരണം അവിടെ ഉള്ളൊരു ലോ അനുസരിച്ച് വണ്ടി ഓടിക്കൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ, തോന്നിയ രീതിക്ക് തോന്നിയതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അയ്യോ ചൂടെടുക്കണം. ആ ഏസ് ഒന്ന് കൂട്ടിയിടറാ. ഓക്കെ സാർ, കുട്ടിയെ പേടിക്കണ്ടിട്ടോ. ഞങ്ങൾ 2 പേരും ഇവിടെ ഉള്ളിടത്തോളെങ്കിലും കുട്ടിയെ ആരും ഒന്നും ചെയ്യില്ല. ഐ മീൻ ഇവനുള്ളിടത്തോളം കാലം. അയ്യോ പതിയെ ഇങ്ങനൊന്നും ഓടലടച്ചേക്ക. മിന്നലഴകേ ഒന്നു നില്ലേ, എന്തു ദാഹം കണ്ടു നിൽക്കാ, കന്നിമഴവില്ലേ എന്നരികിൽ നില്ല നീ, 100 നിറമോടെ എന്നരികിൽ നില്ല നീ, ഞാനില്ല എങ്കിൽ നിൻ ഹൃദയവ
കൊച്ചു കൊള്ളാല്ലേ? അല്ല, എനിക്ക് നിനക്ക് തോന്നിയൊന്ന് അറിയാൻ വേണ്ടി. ഓരോ നിമിഷവും ഞാൻ അവളുടെ മുമ്പിൽ നാണം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇവൻ കാരണം. തേങ്ങ. മദർ, ഞങ്ങളെന്നാ. എടാ നീ അവളെ നോക്കില്ലേ? എന്തായാലും അവളെനിക്ക് എൻ്റെ മോളെ പോലെയല്ലേ. അത്രയ്ക്കും വേണോടാ? ഒന്നുമില്ല. ആക്ച്വലി ബേസിക്കലി ഫിസിക്കലി മെൻ്റലി എങ്ങാനും ബൈ ചാൻസ് എനിക്ക് അവളോട് വല്ലതും തോന്നിക്കഴിഞ്ഞാൽ ഇവരെ ഞാനിനി അച്ചാന്ന് വിളിച്ച് നടക്കേണ്ടി വന്നാലോ? ശിവ അങ്ങനൊന്നും ചിന്തിച്ചുകൂടാന്നാ. ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 8 വയസ്സ് ഡിഫറൻസ് അല്ലേ ഞങ്ങൾ തമ്മിലുള്ളൂ. അതെത്ര വലിയ പ്രശ്നമാണോ? സാറേ, പോക്സോട് പോയി പണി നോക്കാൻ പറ. സൂക്ഷിച്ച് പോയിട്ട് വാ മക്കളെ. എൻ്റെ മോള് നന്നായി വരണം, പഠിക്കണം, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. തീർച്ചയായും അമ്മയും അമ്മയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആ മോളെ. പിള്ളേർ സെറ്റേ, ഞാൻ പോയിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരാം. അടുത്ത പ്രാവശ്യം സണ്ണിച്ചാൻ നേരത്തെ വരണേ. നേരത്തെ എന്തായാലും വരും. ഈ പ്രാവശ്യം സണ്ണിച്ചാൻ ഭയങ്കര തിരക്കിലായിരുന്നേ. തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ സണ്ണിച്ചാൻ ഇവിടെ കാണും വിത്ത് സോ മെനി ചോക്ലേറ്റ്സ് ആൻഡ് ക്യാൻഡീസ്. ഓക്കെ സണ്ണിച്ചായ. ബോസ്, അവരുടെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ബോസ്, തൃശ്ശൂരിൽ തന്നെ ആരും കണ്ടുപിടിക്കാത്ത ഒരു അൺനോട്ടീസബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഇതുവരെ പോലീസ് പോലും എത്തിയിട്ടില്ല. അവിടെയാണ് അവർ രഹസ്യമായി ഒളിച്ചു പാർക്കുന്നത്. അതൊരു പമ്പും കൂടിയാണ്. യു മീൻ there is also sluts too? യെസ്, അവിടെ ഒരു പോൺ റൂം കൂടിയുണ്ട്. So that's why they are staying there. അങ്ങനെ ഒരു പെൺകുട്ടികൾ അവിടെ കിട്ടിയതുകൊണ്ടായിരിക്കണം അവന്മാർ അവിടെ നിന്ന് വിടാണ്ട് നിൽക്കുന്നത്. പിന്നല്ലാതെ പുറത്തുനിന്ന് വന്നവർക്ക് കേരളത്തിലെ പെണ്ണുങ്ങൾ ഭയങ്കര ഡിമാൻഡാണ്. I don't know why. കേരളത്തിലാണ് പെൺകുട്ടികൾക്ക് പിന്നെ വിദ്യാഭ്യാസം ഉള്ളത്. എന്നിട്ട് പോലും അവർ ഈ പണിക്ക് നിൽക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരുന്നു. എടാ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഷെയിം, ഇറ്റ്സ് അബൌട്ട് മണി. മണിയാണ് എല്ലാം. അതിനുവേണ്ടി എന്തും ചെയ്യാം. നൗ വാട്ട് ആർ വി ഡൂയിങ്? നമ്മൾ അതിനു വേണ്ടിയല്ലേ നടക്കുന്നത്. ഹായെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായ പൈസ നമുക്ക് കിട്ടും. അതിനെന്നല്ലേ. പക്ഷെ പൈസയ്ക്ക് വേണ്ടി ശരീരം വിൽക്കുന്നതിൽ ഞാൻ ഒരിക്കലും യോജിക്കില്ല. വാട്ട് എവർ, നീ യോജിക്കാണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തോ. നിന്റെ പെങ്ങളല്ല അവിടെ നിൽക്കുന്നത്. സോ വി വാണ്ട് ടു ഗോ ദ ലെറ്റ്സ് ഗോ. NKS SBK. What the hell, dude? നമ്മളാ ട്രാഫിക്കിൽ കണ്ട അത്രയും നല്ല കുട്ടിയല്ലേ, തുണിയും തുണ്ടിലും ഇല്ലാണ്ട് നിന്ന് തുള്ളുന്നേ. Who is she? ഷീസ് ദ മെയിൻ ലീഡ് ഡാൻസർ ആൻഡ് സ്ലട്ട് ടു. ഓഹോ, അപ്പോൾ അവളുടെ ഒരു ദിവസത്തിൻ്റെ ഡിമാൻഡ് എത്രയാ? 10,000 സാർ. Did she slept with everyone? നോട്ട് വിത്ത് എവ്രി വൺ. അവൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഈ കാണുന്ന കേസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അവൾക്കാ. സോ ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ആളിനെ കൂടെ കെടുക്കൂ. ഞാനൊരു കോടി തരാം, എനിക്ക് അവളെ വേണം. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, 1 കോടി. ഒരു ദിവസത്തേക്കല്ല, എനിക്ക് അവളെ ഡെയിലി വേണം. എൻ്റെ കൂടെ വിട്ടയക്കണം. സാർ, ആക്ച്വലി അവൾ കാരണമാണ് ഈ പമ്പ് ഇത്ര നല്ല രീതിയിൽ പോകാൻ കാരണം. അവളെ ഓൾറെഡി വേറൊരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആര്? ഹാരി. എടാ, നമ്മളെ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. നമ്മ വന്നത് ഹാരിയിൽ നിന്ന് പൈസ കൊണ്ടുപോകാനാ, അല്ലാണ്ട് പെണ്ണിനെ കൊണ്ടുപോകാനല്ല. ബട്ട് ഐ വാണ്ട് ഹർ. ഓ, ഇവൻ എന്താ ഇങ്ങനെ? ഹാരിനെ ഞാനിപ്പോൾ കൊല്ലും. അപ്പോൾ അവളേക്ക് സ്വന്താക്കാലോ? സാർ, ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം. സ്വന്തമാക്കാം. ഓക്കെ ദാൻ.
തൻവി, ആ സാർ നിന്നെ 1 കോടി രൂപയ്ക്ക് ചോദിച്ചിരിക്കുകയാണ്. 1 കോടി രൂപയോ? ഒരു 1 നൈറ്റിന്? അല്ല, നിന്നെ അയാൾക്ക് കൊണ്ടുപോകണമെന്ന്. കൊണ്ടുപോകാനോ? ഞാനൊന്നും പോവില്ല. ഇത്രയും പേർക്ക് കടന്നു കൊടുക്കാൻ പറ്റുന്ന നിനക്ക് എന്താ എൻ്റെ കൂടെ ഒരുപാട് കാലം കിടക്കാൻ പറ്റില്ലേ? അതെ സാറേ, നമ്മൾ കുറേ പേര് കൂടെ കിടക്കാറൊക്കെ ഉണ്ട്. അതും പറഞ്ഞ് നിങ്ങളെപ്പോലുള്ള പൈസക്കാർ നമ്മളെ മുഴുവനായി വാങ്ങിച്ചാൽ നിങ്ങളെ നായെ പോലെ ഞങ്ങൾ കാല് നോക്കി ജീവിക്കുന്ന കരുതിയോ? ഇല്ല സാറേ, നമുക്ക് വേണ്ടി ഈ പറയുന്ന സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ. 2 കോടി. ഇല്ല സാറേ, വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. 5 കോടി. സാറേ, നമ്മുടെ മാനത്തിന് നിങ്ങൾ പൈസ വെച്ച് കണക്ക് കൂട്ടാ? നീയൊക്കെ ഇവിടെ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പൈസ തന്ന് എൻ്റെ കൂടെ കൂട്ടിക്കോളാന്ന് പറയുമ്പോൾ നിനക്കെന്താ പറ്റാത്തേ? SK, നീ ഇത്രയും തരം താഴില്ലേ? നീ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത് നായേ? പിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. നീ ഒന്നോർത്തോ, നീ ഇന്ന് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇതാ മരിച്ചു കിടക്കുന്നവനില്ലേ, അവൻ്റെ പോലെ നിൻ്റെ കുടുംബവും ഇല്ലാണ്ടാവും. ഒരു പോലീസ് കേസും എനിക്കെതിരെ വരില്ല. ബിക്കോസ് ഐ ആം SK, സണ്ണി കുര്യൻ, ദ മാഫിയ കിങ്. സാറേ, പോവാം. ഗുഡ്. നീ എന്ത് ഭാവിച്ച സണ്ണി? ഇതുവരെ ഒന്നും ഭാവിച്ചിട്ടില്ല. ഇനി ഭാവിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം. അമ്മേ, ഇതെന്താ കൊട്ടാരോ? വാവ്. സാറ് പറഞ്ഞ ഓർഫനേജിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഗുഡ്. ഓ, അപ്പം മനുഷ്യത്തൊക്കെ ഉണ്ട്. ഞാൻ കരുതി ഉണ്ടാവില്ലെന്ന്. എന്താ രണ്ടുപേരും ആലോചിക്കുന്നേ? അകത്തേക്ക് കയറും. റൂം ഏതാന്ന് അവർ കാണിച്ചു തരും. ശരി ഏട്ടാ. നിനക്ക് റൂം ഞാൻ കാണിച്ചു തന്നാൽ മതിയോ? അത് വേണ്ട, നീ എൻ്റെ ഒപ്പം വാ. തേണ്ടി സമ്മതിക്കില്ല. മാഡം, ഇത് സാറിന്റെ മുറിയാ. മാഡത്തിനോട് എവിടെ കിടക്കാനാ പറഞ്ഞത്? അതെന്താ, എനിക്ക് വേറെ സെപ്പറേറ്റ് റൂമില്ലേ? ഇല്ല മാഡം, സാറിന്റെ മുറി കൊടുക്കാനാ പറഞ്ഞേ. നിങ്ങൾ പൊക്കോളൂ. ശരി മാഡം. ഗുഡ് നൈറ്റ്. ഹേയ്, ഹായ്. എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഒന്നില്ല ജോയ് ചായ. എന്താ വിളിച്ചേ? ജോയ് ചായന്ന്. ആ പേരെങ്ങനെ? അത് ജോർജ് ചായന്ന് നീട്ടി വിളിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട്. എനിക്കിഷ്ടായി. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട കേട്ടോ, വാ അകത്തേക്ക് കയറ്. അതെന്തേ? എടോ, ഇതൊരു മാഫിയ കിങ്ങിന്റെ സാമ്രാജ്യമാണ്. അപകടങ്ങൾ മുക്കിലും മൂലയിലുണ്ടാകും. സോ യു വാണ്ട് ടു ബി അവെയർ ഓഫ് യുവർ സറൗണ്ടിങ്. ഒരൊറ്റ ഗൺഷോട്ട് മതി. ഓ, എന്നാ വേഗം വാ. മാഡം, മേ ഐ കം ഇൻ? യെസ് മാഡം. മാഡത്തിന് വേണ്ടി ഫുഡ് അടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഡം ഫ്രഷ് ആയിട്ട് അടിയിലോട്ട് വാ. ശരി.
ഹായ് ചേച്ചി. ഹായ്, ആരാ? ഞാനിവിടുത്തെ സണ്ണിച്ചായൻ്റെ പെങ്ങളാ. ഓ, അപ്പോൾ സാറിന് പെങ്ങളുണ്ടോ? അയ്യോ, സ്വന്തം പെങ്ങളല്ല, ഞങ്ങൾ രണ്ടുപേരും ഓർഫൺസാ. സോറി. ഏയ് സിമ്പതി ഒന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ കുറേ കാലമായിട്ട് കാണുന്നതുകൊണ്ട് ഇഷ്ടമല്ലേ ഇപ്പം ആരുടെ മുഖത്തത് കാണുന്നത്. പിന്നെ സാറെവിടെ? ഇച്ചയും ജോലിക്ക് പോയി കാണുമല്ലോ. ഇത്ര നേരത്തെയോ? ആ, സണ്ണിച്ചയും നേരത്തെ പോകും. അവർ മാഫിയാസ് അല്ലേ, അവർക്ക് വെളുപ്പിനെ തന്നെ ഇറങ്ങണം. ഓ, ഓക്കെ. ചേച്ചി ആരാന്ന് ഇതുവരെ സണ്ണിച്ചായൻ എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചേച്ചിനെ കുറിച്ച് പറയോ? ഞാൻ തൻവി, ഡാൻസറാ. ആഹാ, എനിക്ക് ഡാൻസ് കളിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അയ്യോ, അത് പഠിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. എങ്കിലും എനിക്ക് ആ കയ്യും കാലൊന്നും വഴങ്ങൂല. പക്ഷെ ഞാൻ പാട്ട് പാടും. ആഹാ, എന്നെ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരോ? പിന്നെ എന്താ, ചേച്ചി വാ. സോ ദിസ് മിഷൻ വാസ് ക്ലോസ്ഡ്. ഇനി എന്താണ് അടുത്ത പ്ലാൻ? ഇനി കമ്പനീനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യണം. സംതിങ് വാസ് മിസ്സിങ്. എന്തൊക്കെ എവിടേക്കോ നഷ്ടമായതുപോലെ. ആരോ എന്തോ കളിക്കുന്നുള്ള പോലെ തോന്നുന്നു. അതെനിക്ക് തോന്നാണ്ടില്ല. കണ്ടുപിടിക്കാം. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇഫ് ഈസ് ഇറ്റ് അബൌട്ട് ഹർ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ. ഓ, തേണ്ടി കണ്ടുപിടിച്ച്. എടാ, അല്ലെങ്കിലൊന്നും പറയടാ. നീ ഇങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ. ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്ന്, അതും എന്താണ് നിനക്ക് പറ്റിയത്? എടാ, എത്ര കാലം എന്ന് വെച്ചാൽ ഈ വികാരങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലൊതുക്കി നിൽക്കുക. അവളെ കണ്ടപ്പോൾ ആ വികാരങ്ങളൊക്കെ ഉണർന്നു. ദാറ്റ്സ് ഓൾ. എനിക്കങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എന്താണ് ആശാനെ, പ്രണയമാണോ? പ്രണയം എനിക്ക് ഒന്ന് പോടാ. എടാ, അതൊന്ന് തുറന്നു പറയാൻ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് എൻ്റെ അടുത്തും? ഒരു മാഫിയാണെന്ന് പറഞ്ഞാൽ ഇത്ര ആറ്റിറ്റ്യൂഡ് ഇടല്ലേ. എനിക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ? എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. ഇറങ്ങിപ്പോ. ഓ, അപ്പോൾ ശരിടാ, ഗുഡ് നൈറ്റ്. നൈറ്റ്. നീ എന്തീ ചെയ്യുന്നേ? ഇതിനു വേണ്ടിയല്ലേ നിങ്ങളെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നിട്ട് ഇതൊന്നും സ്വന്തമാക്കാതെ എങ്ങോട്ടാ രാവിലെ എണീറ്റ് പോയത്? ആ ഡ്രസ്സ് എടുത്തിട്ട് നീ എന്താണ് സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന കാര്യം നടപ്പാക്കണ്ടേ? ഒന്നില്ലെങ്കിലും 1 കോടി കൊടുത്ത് വാങ്ങിച്ചതല്ലേ നിങ്ങളെന്നെ? ഡോണ്ട് യു വാണ്ട് ടു ടേസ്റ്റ് മീ ഡാഡി? നിങ്ങളുടെ ഈ വിരലുകൾ എൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ എഴയുമ്പോൾ, എൻ്റെ വിയർപ്പ് തുള്ളികൾ നിങ്ങളുടെ ദേഹത്ത് വീഴുമ്പോൾ, എൻ്റെ മുടിയിഴകൾ നിങ്ങളുടെ ശരീരത്തിൽ പറ്റിക്കിടക്കുമ്പോൾ ഇതൊന്നും അറിയണ്ടേ? നിന്നോട് ഞാൻ ഡ്രസ്സ് ഇടാനാണ് പറഞ്ഞത്. ഇടാം, എല്ലാം കഴിഞ്ഞിട്ടിടാമല്ലോ. I told you, just wear the clothes. Don't try to make me angry and create a scene here. തുണി എടുത്ത് കഴിഞ്ഞാലേ അടിലോട്ട് വാ. ഇയാൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ വരാൻ പറഞ്ഞത്? ആ വാ, ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. എങ്ങോട്ട്? അത് ഞാൻ നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പൈസയ്ക്ക് നീ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോടുത്ത് വരണം. നിന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ കടൽ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹൗ ഇസ് ഇറ്റ്? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നീ ഫ്രൈസ് കഴിക്കോ? ആ, കഴിക്കും. ഇവിടെ ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാം. ആ. ആൻഡ് ഐസ്ക്രീം, വാട്ട് ഫ്ലേവർ യു ലൈക്ക്? ചോക്ലേറ്റ്. ഓക്കെ.
എന്നാ കഴിക്കേ. താങ്ക് യു. നീ ഈ കടലിനെ സ്നേഹിച്ച ആകാശത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. തീരത്തെ കടൽ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതുപോലെ തീരം കടലിനെയും. എങ്കിൽ ഇരുവരും സംഗമിക്കുന്ന സമയങ്ങളിൽ ആകാശം ദുഃഖിതനായിരുന്നു. കാരണം അവൻ സ്നേഹിച്ചത് മുഴുവനും ആ കടലിനെയായിരുന്നു. അവൻ്റേതൊരു നഷ്ടപ്രണയമായിരുന്നു, എടുത്തുണ്ടായിട്ടും സ്വന്തമാക്കാൻ കഴിയാതെ. എന്നാൽ തീരത്തിനോ തിരയെ എപ്പോഴും സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. അപ്പോഴും എന്തെങ്കിലും ഒരിക്കൽ കടലിന് തീരത്തെ മടുക്കുമ്പോൾ തനിക്ക് വീണ്ടും അവളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ആകാശം കാത്തിരുന്നു. ഇതിപ്പോ എനിക്ക് പറഞ്ഞു തരാനുണ്ടായ കാരണം അറിയില്ല, നമുക്ക് പോവാം. പോവാം. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നിൽ പ്രണയം ഉണ്ടാക്കുന്നത് എന്തിനാ? പ്രണയം ഉണ്ടാക്കിയാൽ എനിക്ക് ഞാനായിട്ടിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ഞാൻ ഒരു വേശ്യയും. ഒരു വേശ്യയ്ക്ക് ഇങ്ങനെയൊരു സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുമോ? സ്വപ്നമാണല്ലേ, യാഥാർത്ഥ്യം ഒരിക്കലും അവളിൽ ഉണ്ടാവില്ലല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മാഡം, ഫുഡ് കഴിക്കാൻ. ഞാൻ ദാ വരുന്നു. ഇന്നും രാവിലെ കാണാൻ സാധിച്ചില്ല. ഈ മനുഷ്യൻ വരുന്നതും പോകുന്നതും ഒക്കെ പല നേരങ്ങളിലാ. ഹായ് ഇവക്കുട്ടി. ഹായ് ചേച്ചി, വാ ഇരിക്കേ, കഴിക്കാം. കഴിക്കാം. അതെ, രണ്ടുപേരും വേഗം കഴിച്ചു കഴിഞ്ഞാൽ വേഗം റെഡി ആവാൻ നോക്ക്. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്തിനാ? നിങ്ങൾ വന്ന ഡ്രസ്സിലല്ലേ ഇരിക്കുന്നേ, പുതിയ ഡ്രസ്സ് വാങ്ങിക്കാണ്ടേ? അപ്പോൾ സാർ? ഇല്ല, അവൻ ബിസിയാ, അവൻ വരൂല. ശരി. ജോച്ചായ, ഞങ്ങൾ റെഡി. എന്നാ വാ പോവാം. ദേ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോളൂ. ഇത് നമ്മുടെ സ്വന്തം ഷോപ്പാണ്. ഇവിടെ നിന്ന് എന്തെടുത്താലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ വേണം അതൊക്കെ എടുത്തോളൂ. ശരി ജോച്ചായ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം. നിങ്ങൾ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് വാ. ശരി. ഹലോ, എന്തായി? അവരെടുത്തു. തൻവി എത്ര എണ്ണം എടുത്തു? 2 എണ്ണം. ഇവയോ? അവളൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. തൻവിയോട് അവിടെ നിൽക്കാൻ പറ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആടാ, ഓക്കെ. തൻവി, ഇയാളെവിടേക്ക്? ഞാൻ ഇവയും കൂടി പോവാണ്. ഞാൻ ഇവിടെ. എനിക്ക്. അയ്യോ, താൻ പേടിക്കണോടോ, SK വരും. ശരി. വാ. നിന്റെ സൈസ് എത്ര? പറ. XL. അതിൽ കിടക്കുന്ന XL എല്ലാം എടുത്തോളൂ. ശരി സാർ. അയ്യോ, അത്രയൊന്നും വേണ്ട. നിന്റെ ഇന്നേഴ്സിന്റെ സൈസ് പറഞ്ഞേ. പറ. ബ്രാ എത്ര? 32. അണ്ടർവെയർ? 85. കേട്ടല്ലോ, ഈ സൈസിന് 10 എണ്ണം വീതം എടുത്ത് വെച്ചോളൂ. ഓക്കെ സാർ. വാ, ഫുഡ് കഴിക്കാൻ പോവാ. എനിക്ക് വിശപ്പില്ല. ഞാൻ വിളിച്ചാൽ വരണം, കഴിക്കണം. മിന്നലഴകേ ഒന്നു നില്ല്, എന്തു ദാഹം കണ്ടു നിൽക്കാൻ. കന്നിമഴവില്ലേ ഒന്നരികിലില്ല നീ, 100 നിറമോടെ എന്നരികിലില്ല നീ. ഞാനില്ല എങ്കിൽ നിൻ ഹൃദയവർണ്ണങ്ങളുണ്ടോ? നീയില്ല എങ്കിൽ ഈ പ്രണയമധുരങ്ങളുണ്ടോ? അത്രമേലും നാണു നമ്മൾ. നീ മണിമുഖിലാടകളാടിയുടഞ്ഞൊരു മിന്നൽ.
സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഓ തൻവി, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഒരു പ്രാവശ്യം എൻ്റെ കൂടെ ഒന്ന് കിടക്ക്. തൻവി, തന്നോടല്ല ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്ന്. തനിക്ക് ആവശ്യമുണ്ടാവില്ല, പക്ഷേ എൻ്റെ ബോഡിയിൽ പ്രഷർ വരുന്നു. എനിക്കിപ്പോൾ ആരെങ്കിലും കൂടെ കിടക്കണം, പറ്റുന്നില്ല. ഐ വാണ്ട് ടു സ്ലെപ്പ് വിത്ത് എനിവൺ. പ്ലീസ് ആരെങ്കിലും വിളിക്ക്, ഒന്നില്ലെങ്കിൽ താൻ കിടക്ക്. തൻവി, പ്ലീസ് ട്രൈ ടു കൺട്രോൾ യുവർ സെൽഫ്. നിന്റെ ഹോർമോൺസിനെ നീ തന്നെയാണ് പിടിച്ചു നിർത്തേണ്ടത്. 2 ആഴ്ചയായിട്ട് ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എനിക്ക് വരുന്ന ഹീറ്റ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ബോഡി ആഗ്രഹിക്കുക ആരെങ്കിലും കൂടെ ഒന്ന് കിടക്കാനുണ്ട്. പ്ലീസ്, എനിക്ക് ആ പേഴ്സണൽ പ്രഷർ വേണം. പ്ലീസ്. നോ തൻവി, ഐ കാണ്ട്. പിന്നെ താൻ എന്തിനാണോ ഒരു കോഴി കൊടുത്ത് എന്നെ വാങ്ങിച്ചത്? വെറുതെ വിടട്ട് തിന്നാനും കുടിക്കാനും തന്ന് എങ്ങനെ ഇരുത്താനാണോ? ഞാൻ ആഗ്രഹിക്കുന്ന സാധനം എനിക്ക് വേണം. താൻ ആഗ്രഹിച്ചതൊക്കെ തന്നെയല്ലേ, പിന്നെന്തിനാ? അല്ല, ഞാൻ ആഗ്രഹിച്ചത് നിന്റെ ശരീരത്തെയല്ല, പിന്നെ നിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ നിഷ്കളങ്കമായ ആ ആത്മാവിനെ, ആ പെണ്ണിനെ, ആ കുഞ്ഞിനെ. നിഷ്കളങ്കത അതൊക്കെ എന്നിൽ നിന്ന് നിന്നേ പോയതാണ്. അതിനി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, അവൾക്ക് തന്നെയാണ് ആവശ്യം. താൻ മര്യാദയ്ക്ക് ചെയ്യുന്നുവോ അതോ ഞാൻ തന്നെ എന്നെ ഫോഴ്സ് ചെയ്യണോ? തൻവി, ഐ ലവ് യു. എന്താ പറഞ്ഞേ? ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പ്രണയം. വിശ്വസിക്കാൻ പറ്റുന്ന കള്ളങ്ങൾ പറ സാറേ. അതെന്താ നിനക്ക് വിശ്വസിച്ചാൽ? ഞാൻ സീരിയസ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത്. നിന്റെ ശരീരത്തെയാണ് ഞാൻ മോഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞാനെ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നിന്നെയാ. സാറെന്താ പൊട്ടനാണോ? ദിവസം 1, 2, 3 ആണുങ്ങളുടെ കൂടെ കിടക്കുന്ന ഒരു പെണ്ണിനെ പ്രണയിക്കാൻ? ഒരു സ്ത്രീ തൻ്റെ മാനത്തേക്കാൾ വില മറ്റൊന്നിനും കൊടുക്കില്ല. ആ മാനം ആ സ്ത്രീ കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്ത്രീ ആ ശരീരം മറ്റാരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് കാരണം അവളിലെ കുഞ്ഞിനെ ആരോ നശിപ്പിച്ചു കളഞ്ഞു. നിഷ്കളങ്കതയെ ഓരോ പിച്ച് ചീന്തി കൊന്നു എന്നാണ് അർത്ഥം. ഇന്ന് വരെ ഒരു വേശ്യയും ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. ചിലരുടെ കാമശമനത്തിന് വേണ്ടി ചിലരില്ലാതാക്കുന്നത് ചില പാവപ്പെട്ട പൂക്കളെയാണെന്ന് ആരും ഓർക്കാറില്ല. നീയും അങ്ങനെ ഒരു പൂവായിരുന്നില്ലേ? പൂർണ്ണമായും വളർച്ചെത്തുമ്പോഴത്തേനും നിന്നെ ആരാണ് നശിപ്പിച്ചത്? നശിപ്പിച്ചതല്ല, കൊന്നു കളഞ്ഞത്. ഒരുപാട് നോവിച്ചു. ശരീരം വലിഞ്ഞു മുറുകുന്ന വേദന ഉണ്ടായിരുന്നു. എന്റെ വേദന ആരും കണ്ടില്ല. എന്നെ നോവിച്ചു കൊണ്ടേയിരുന്നു. എന്നെ കൊണ്ട് ഗർഭം ധരിപ്പിച്ചു. എന്റെ ചെറുപ്രായത്തിൽ തന്നെ ആ കുഞ്ഞിനെ കൊന്നും കളഞ്ഞു. അവസാനം ഞാൻ വേശ്യ എന്ന മുദ്ര കുത്തി. പറയ്, എനിക്കറിയണം ആരാണ് നിന്നെ ഇങ്ങനെ വേദനിപ്പിച്ചതെന്ന്. പറയ് തൻവി. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ എല്ലാം നടക്കുന്നത്. എൻ്റെ അച്ഛനൊരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അതിനുശേഷം അമ്മ 2ാമതൊരു വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ആ വിവാഹത്തോടു കൂടിയായിരുന്നു എൻ്റെ ജീവിതത്തിലെ കറുത്ത നാളുകളുണ്ടായത്. അയാളൊരു വൃത്തികെട്ടവനായിരുന്നു. അമ്മ അയാൾ പറയണതിനെല്ലാം കൂടെ നിന്ന് കൊടുത്തു. അവസാനം അയാൾ ചോദിച്ചത് എന്നെ ആയിരുന്നു. അച്ഛൻ ഉപദ്രവിക്കുന്നത് കാരണം അമ്മയ്ക്ക് എന്നെ കൊടുക്കേണ്ടി വന്നു. അവസാനം അയാളെന്നെ പീഡിപ്പിച്ചു. ഒരുപാട് തവണ വേദന കൊണ്ട് വേണ്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു. പക്ഷെ അയാൾ ഒന്നും കേട്ടില്ല. അയാൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഇതെല്ലാം എൻ്റെ അനിയൻ കണ്ടുവന്നു. അവൻ എന്നെ കൂടുതൽ വെറുത്തു. ആ വീട്ടിൽ എല്ലാവരും എന്നെ വെറുത്തു. അച്ഛൻ്റെ കൂടെ കിടക്കുന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞ് നാട്ടുകാരും എന്നെ വെറുത്തു. പിന്നീട് അയാൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ തന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അബോർട്ട് ചെയ്യിപ്പിച്ചു. അത് കേസ് അവതരിക്കാൻ ഒരുപാട് പൈസ കൊടുത്തു. അവസാനം എല്ലാത്തിൽ നിന്ന് ഓടി എത്തിയത് അങ്ങനെയുള്ള വേശ്യകളുടെ കൂട്ടത്തിലേക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ വളർന്നു. അവരുടെ കൂടെ അവരുടെ ഒപ്പം.
ഒരു വേശ്യയായി പലർക്കും ശരീരം കൊടുത്തു. പിന്നെ ശരീരം കിട്ടാതെ വരുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. എനിക്ക് ശരീരം വേണമെന്ന് തോന്നി തുടങ്ങി. അതില്ലാതെ ഒരു ദിവസം പോലും കിടന്നു പോവില്ലെന്ന് തോന്നി. അന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി, ഞാനും ഒരു വേശ്യയായി എന്ന്. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവനോട് ഇരുന്നിരുന്നെങ്കിൽ ഈ അവസ്ഥയിലൂടൊന്നും എനിക്ക് കടന്നു പോയിട്ട് വരില്ലായിരുന്നു. ഇനി പറ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? ഒരുപാട്. തൻവി, കർമ്മ എന്നുള്ളതുണ്ടെങ്കിൽ അയാൾ അത് അനുഭവിക്കും. ഇല്ല സാറേ, ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇങ്ങനൊരവസ്ഥ എനിക്ക് വരില്ലായിരുന്നു. Sometimes it's not about God, but someone can be a God too. You take rest. ഞാൻ വരാം. ജി, നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് റെഡിയാക്കാൻ പറ. എങ്ങോട്ടാടാ? ടു തൃശ്ശൂർ. ഓക്കേടാ. എന്താടാ, ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ലേ? ഇല്ല. വൈ? ഐ നോ നീ എന്ത് ചെയ്താലും അതിന് പിന്നിലൊരു നല്ലതുണ്ടാകുന്നു. തൻവി, ഞാനൊരു സ്ഥലം വരെ പോവാ. 2 ദിവസം കഴിഞ്ഞേ വരും. ഓക്കെ. വിഷ് മീ എ ലക്ക്. ഗുഡ് ലക്ക് സാർ. നോ, സണ്ണിച്ചായൻ. ഗുഡ് ലക്ക് സണ്ണി ചായ. ഹലോ, ആരാ? ഹലോ മിസ്റ്റർ ശേഖർ, ഞാൻ SK. എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയിരുന്നു. കൊട്ടേഷൻ? ആർക്ക്? എന്തിന്? എനിക്കോ? ഇയാൾക്ക് തന്നെ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് ഫേക്കാണെന്നാ? ആയിരിക്കും സാറേ. പക്ഷേ എനിക്ക് ഈ കൊട്ടേഷൻ കിട്ടിയത് മിസ് തൻവിയുടെ കയ്യിൽ നിന്നായിരുന്നു. തൻവി? അവള് കളത്തിയ സാറേ. അവൾ ഈ വൃത്തിയായിട്ട പെണ്ണാ. അപ്പൊ പിന്നെ അങ്ങനൊക്കെ പറയും. സ്വന്തം അച്ഛനെ കുറിച്ചല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പോൾ അവൾ എത്രമാത്രം ദുഷ്ടത്തിയാന്ന് മനസ്സിലാക്കാലോ. പക്ഷേ അവൾ പറഞ്ഞത് താൻ അവളുടെ സ്വന്തം അച്ഛനല്ല, 2ാമത്തെ അച്ഛനാണെന്നാണല്ലോ. രണ്ടാമത്തെ അച്ഛനാണ്. പക്ഷേ സ്നേഹം, അച്ഛന്മാർക്കൊക്കെ സ്നേഹം മക്കളോട് തുല്യമായിരിക്കില്ലേ സാറേ? അതിപ്പം എൻ്റെ മോളല്ലെന്ന് വേണോ? എൻ്റെ മോളെ പോലെയല്ലേ ഞാൻ അവളെ കണ്ടത്. നീ കൂടുതൽ കിടന്ന് അഭിനയിക്കിടണ നായേ. നീ അന്ന് ഇല്ലാണ്ടാക്കിയത് എൻ്റെ പെണ്ണിനെയാടാ. ആ മനസ്സ് എത്രത്തോളം വേദനിച്ച് കടന്ന് എനിക്കിപ്പോൾ ആലോചിച്ച മനസ്സിലാവും. നിന്നെ കൊന്നിട്ടിനി ഞാൻ അടങ്ങും. അയ്യോ സാറ്, ഒന്നും ചെയ്യരുത്. ഞാൻ അറിയാണ്ട് ചെയ്തതാ. ഇനി ആവർത്തിക്കില്ല. മാപ്പ് പറഞ്ഞ നിന്നെ വെറുതെ വിട്ടുകളയാൻ ഞാൻ ഇന്ത്യയുടെ നിയമമൊന്നുമല്ല. ഞാൻ SK ആണ്, ദ മാഫിയ കിങ്. കൊടുക്കേണ്ടത് അപ്പപ്പ തന്നെ കൊടുത്ത് തീർത്തിരിക്കും. മേ യു ക്യാൻ സേ ഐ എം കർമ്മ, ദ ബൂമറാങ്. ഹലോ തൻവി. ബെല്ല പറയടി. ഇവിടെ നിന്റെ വീട്ടിൽ കുറേ പേര് വന്നിരിക്കുന്നു. ആര്? അറിയില്ല. എല്ലാവരും എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. മാത്രമല്ല നിന്റെ അച്ഛൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നീ ഒന്ന് ഫോട്ടോ അയച്ചേ. ഓക്കെ. സാറോ? സാർ അവിടെ ഒന്ന് നിന്നേ. എന്താണ് തൻവി? സാറ് എങ്ങോട്ടാ പോയത്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എങ്ങോട്ടാ പോണേന്ന്. പക്ഷെ അത് എൻ്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. സത്യം പറയ് സാറേ, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ സാർ ആരാ? എന്തായാലും ഒരു ദിവസം കൊണ്ട് സാറിന് എന്നെ പ്രണയിക്കാൻ സാധിക്കില്ല. ഇത്രയും മാത്രം എന്നെ ആരും സ്നേഹിച്ചിട്ടുമില്ല. സത്യസന്ധമായിട്ട് കാര്യം എന്താണെന്ന് എന്നോട് പറയണം. തൻവിക്ക് സണ്ണിനെ അറിയാണ്ടുള്ളൂ, പക്ഷെ തനുവിന് സച്ചുവിനെ അറിയാം. സച്ചു? 12 വയസ്സുള്ള ഒരു പയ്യൻ. അവൻ്റെ ജീവിതത്തിൽ അവൻ ആരും ഉണ്ടായിരുന്നില്ല. അവനൊരു അനാഥനായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒരു തോന്നൽ കൊടുത്തത് അവൻ്റെ 2 സുഹൃത്തുക്കളായിരുന്നു. ഒന്ന് അവൻ്റെ മാത്രം അഭയ്, പിന്നെ മറ്റൊന്ന് അവൻ്റെ എല്ലാമായി അവൻ്റെ തനു.
തനു ആയിരുന്നു അവനെ സച്ചു എന്ന് വിളിച്ചു തുടങ്ങിയത്. പതിയെ പതിയെ തനുവിനോട് സച്ചുവിന് അഗാധമായ പ്രണയമായിരുന്നു. അവളെ കാണാൻ വേണ്ടി മാത്രം അവൻ സ്കൂൾ കട്ട് ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അന്ന് അവൻ ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട് അവളുടെ അച്ഛനിൽ നിന്നും. അതെല്ലാം അനുഭവിച്ച് അവൻ അതെല്ലാം മറികടന്ന് അവളെ കാണാൻ വീണ്ടും പോയിക്കൊണ്ടേയിരുന്നു. ഒരിക്കല് അവൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്ന വേദന അവനുണ്ടായി. അത് അഭയ് തനുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതായിരുന്നു. അന്ന് തൊട്ട് സച്ചു അവനെ തന്നെ കൊന്നു തുടങ്ങി. ആ നാടെ വിട്ടവൻ പോയി. പിന്നൊരു മാഫിയായി അവൻ വീണ്ടും ജീവിച്ചു. പക്ഷെ ഒന്നുണ്ടായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ അവൾ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ മറ്റാർക്കും കൊടുക്കാതെ അവൾ വേറെ ആരുടെയും ആയില്ലെങ്കിൽ അവളെ സ്വന്തമാക്കുമെന്നുള്ളത്. സച്ചു, അപ്പോ ഇത് നീയാണോ? അതെ തനു. എടാ ദുഷ്ട, ഒരിക്കലെങ്കിലും നിനക്ക് നിന്റെ ഇഷ്ടം എന്നോട് പറയായിരുന്നില്ലേ? അന്നും ഇന്നും എന്നും തനു സ്നേഹിച്ചത് സച്ചുനെ മാത്രമാ. അതെ, അന്ന് അഭയ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അത് ബെല്ലയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ബെല്ല? അഭയ് ഇഷ്ടപ്പെടുന്ന പെണ്ണ് അവളുടെ മുമ്പിൽ നിന്ന് അവൻ കള്ളത്തരം കാണിച്ചതായിരുന്നു. അത് ജലസാക്കാൻ വേണ്ടി. പക്ഷെ ആ സമയത്ത് നീ കയറി വരുന്നു. അതോടുകൂടി നീ ഈ നാട് വിടുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് നിന്ന് കൊടുക്കില്ലായിരുന്നു. ഒരിക്കൽ പോലും നിന്നെ കാണാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിലെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നിനക്കറിയോ, അയാളെടുത്ത് തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരിക്കലെങ്കിലും തനു എന്ന് പറഞ്ഞ് ഓടി വരുന്ന സച്ചുവിനെ സ്വപ്നം കണ്ട് ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും നീ വന്നിട്ടില്ല. സോറി, റിയലി സോറി. ആ സമയത്ത് തെറ്റേത് ശരിയേത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സോറി തനു, ഈ സച്ചിനോട് നീ ക്ഷമിക്കില്ലേ? ഞാൻ പിന്നെ ആരോടാ സച്ചു ക്ഷമിക്കേണ്ടത്? എനിക്ക് നീയല്ലേ ഉള്ളൂ. സച്ചു പ്ലീസ്, എല്ലാം ഒന്ന് മറക്കാനായിട്ട് ഈ ഒരൊറ്റ തവണ മാത്രം ഞാൻ ചോദിച്ചോട്ടെ, നിന്നെ തന്നൂടെ? നിനക്ക് നിന്നെ എനിക്കായി. ഐ ആം ഓൾ യുവേഴ്സ് ബേബി. പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത്? ഈ ഒറ്റ നിമിഷത്തിന് വേണ്ടിയല്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നീ എൻ്റേത് മാത്രമാവണം, എൻ്റേത് മാത്രം. ഹായ് മാഡം, ഒരു പോൺ സ്റ്റാറിൽ നിന്നും ഒരു ഡാൻസറിലേക്ക് എത്താൻ എങ്ങനെ സാധിച്ചു എന്നതാണ് എല്ലാവരുടെയും ചോദ്യം. ഒരു പോൺ സ്റ്റാറിൽ നിന്നും ഒരു സിനിമാ നടിയിലേക്ക് എത്തിയതല്ലേ സണ്ണി ലിയോൺ. അവർ വെറും ഒരു വേശ്യ മാത്രമല്ല, കുറേ കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിതം കൊടുത്തവരാണെന്ന് തെളിയിച്ചവരല്ലേ. അപ്പോൾ എന്തുകൊണ്ട് എനിക്കും സാധിക്കില്ല? എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. എല്ലാ വേശ്യകളും അങ്ങനെ തന്നെ ജീവിക്കണമെന്നില്ലല്ലോ. അവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അത് നിറവേറ്റി കൊടുക്കാൻ ചിലരുണ്ടായില്ല എന്ന് വരും. അങ്ങനെ ചിലരുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ആവും. ഇന്ന് ഞാനിങ്ങനെ ആവാൻ കാരണം തന്നെ എൻ്റെ ലക്കാണ്. ആ ലക്ക് ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ദാ എൻ്റെ 2 കൊച്ചുങ്ങളെയും കൈ പിടിച്ചിരിക്കുന്നു. മനുഷ്യത്വവും സ്നേഹവും അതുണ്ടായാൽ മതിയെന്നേ എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും.